പാലക്കാട് വാഹനത്തിൽ പെട്രോൾ നിറയ്ക്കുന്നതിനെ ചൊല്ലി തർക്കം. മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയ 3 പേർ പിടിയിലായി. വടക്കഞ്ചേരി ആമക്കുളം സ്വദേശി ദിലീപ്, അഞ്ചുമൂർത്തി മംഗലം സ്വദേശികളായ വിജീഷ്, റഷീദ് എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. അരുൺ തുടരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, എന്താണ് അവിടെ സംഭവിച്ചത്? ഇന്നലെ വൈകിട്ട് 4:30 ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് പാലക്കാട് വടക്കഞ്ചേരി ആയക്കാടുള്ള ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ നിറയ്ക്കുന്നതിന് വേണ്ടി ആദ്യം ഒരു 2 യുവാക്കളുടെ സംഘം എത്തിയിരുന്നു. അവർ പെട്രോൾ നിറയ്ക്കാൻ വേണ്ടി തുടങ്ങുന്നതിനിടെ മറ്റൊരു സംഘം യുവാക്കൾ എത്തി തങ്ങളുടെ വാഹനത്തിൽ ആദ്യം പെട്രോൾ നിറയ്ക്കണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അത് ഈ യുവാക്കൾ തങ്ങളല്ലേ ആദ്യം എത്തിയത്, അതുകൊണ്ട് തന്നെ തങ്ങളുടെ കയ്യിലല്ലേ ആദ്യം നിറയ്ക്കേണ്ടതെന്ന് പറഞ്ഞ് ഇവരെ എതിർത്തതോടുകൂടെ തന്നെ ഇവർക്ക് ഈ 2 യുവാക്കൾക്ക് പെട്രോൾ നിറയ്ക്കാൻ ആദ്യം എത്തിയ ആ യുവാക്കൾക്ക് നേരെ വലിയ രീതിയിൽ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. കല്ലുകൊണ്ടും അതുപോലെ തന്നെ കത്തി കൊണ്ടുമൊക്കെ ഈ യുവാക്കളെ ആക്രമിച്ചു എന്നുള്ളതാണ്. പെട്രോൾ പമ്പിൽ വെച്ചും തൊട്ടടുത്തുള്ള ഒരു ബേക്കറിയിൽ വെച്ചുമൊക്കെ ആക്രമിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ 3 പേർ ഇപ്പോൾ പോലീസ് പിടിയിലായിട്ടുണ്ട്. വടക്കഞ്ചേരി ആമക്കുളം സ്വദേശിയായ ദിലീപ്, അതുപോലെ തന്നെ അഞ്ചുമൂർത്തി മംഗലം സ്വദേശികളായ വിജീഷ്, റാഷിദ് എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. പുതുക്കോട് സ്വദേശികളായ ഷിജാദ്, ഷെലീജ്, റിഫാഷ് എന്നീ യുവാക്കൾക്കാണ് അക്രമത്തിൽ പരിക്കേറ്റത്. എന്നാൽ ഈ പ്രതികളെ തങ്ങൾക്ക് മുൻ പരിചയമില്ല എന്നുള്ളതാണ് മർദ്ദനമേറ്റവർ പറയുന്നത്. അതേസമയം തന്നെ പ്രതികൾ ലഹരി ഉപയോഗിച്ചിരുന്നതായിട്ട് പോലീസ് പറയുന്നുണ്ട്. മുൻപ് കഞ്ചാവ് കേസിലെ പ്രതികളാണ് പിടിയിലായ ചിലർ എന്നും പോലീസ് പറയുന്നുണ്ട്. ഏതായാലും ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പെരിന്തൽമണ്ണ ഭാഗത്ത് വെച്ചാണ് പോലീസ് പിടികൂടുന്നത്. ഇക്കാര്യത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വ്യക്തമാണ്.